നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്കാൻ സ്നേഹപൂജ തുടങ്ങാൻ ഒരു നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്കാൻ സ്നേഹപൂജ തുടങ്ങാൻ തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിനോർമ്മയുമായി സ്വർഗീയ വൃന്ദം നിരന്നു തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിനോർമ്മയുമായി സ്വർഗീയ വൃന്ദം നിരന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, സമാധാനത്തിൻ്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിൻ്റെ അല്ല. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ആദ്യ വായനയിലും നമ്മൾ ലോകാവസാനത്തിൻ്റെ ചില അടയാളങ്ങളൊക്കെ കർത്താവ് നമുക്ക് തരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേൾക്കുക, ചിന്തിക്കുക. അപ്പോൾ കുറച്ചൊക്കെ ഭയം ഉളവാക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കേൾക്കുക. എന്നാൽ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നത്. വലിയ വലിയ ഭൂകമ്പങ്ങളും ഈ പ്രകൃതി മുഴുവൻ ഇളകി മറിയുന്ന ആകാശവിധാനങ്ങളെല്ലാം താഴേക്ക് വീഴുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ്. രണ്ടാമത്തെ വരവ് ക്രിസ്തു നമ്മളെ വന്ന് സന്ദർശിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ആ വരവിന് വേണ്ടി ഒരുങ്ങാൻ പല പ്രാവശ്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുങ്ങിയിരിക്കുക, പാപരഹിതരായി നിങ്ങൾ കാണപ്പെടണം. അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് നമുക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നത് മാത്രമല്ല, ഒരു അന്ത്യ തീരുമാനം നമ്മളെക്കുറിച്ച് കർത്താവ് എടുക്കുന്നതും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗങ്ങളും വായനകളും എല്ലാം ശ്രവിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാൻ അല്പം കൂടി സമയം കർത്താവ് നൽകുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ തെറ്റുകളും പാപങ്ങളുമെല്ലാം കർത്താവ് ക്ഷമിക്കുന്നതിനായിട്ട് ഇപ്പോൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം,
ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈകീതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിലുറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ
നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗ്യതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പാപമോചനം ഉള്ളെടുത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആ പീഡനങ്ങൾക്കു ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദാനിയേൽ പ്രവാചകൻ ആദ്യ വായനയിലൂടെ നമ്മളോട് പറഞ്ഞത് ഇതാണ്: സമയം വരുമ്പോൾ മിഖായേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന മരിച്ചവരായ അനേകർ ഉണരും. ഉണരുന്നവർ ചിലർ നിത്യജീവനായും ചിലർ
ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായും അവർ ഉയിർത്തെഴുന്നേൽക്കും. എന്നാൽ ജ്ഞാനികൾ ആകാശവിതാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. നമ്മുടെ നാട്ടിലും മിക്കവാറും എല്ലാ നാടുകളിലും പൊതുജനങ്ങൾക്ക് നന്മ ചെയ്തവരെ അവാർഡ് നൽകി ആദരിക്കാറുണ്ട്. പൊതുസേവനത്തിൽ തങ്ങളുടെ ജീവനും പണവും സമയവും എല്ലാം നൽകിയവരെ ആദരിക്കുന്നു. അത് അവർക്ക് നന്ദിയായും മറ്റുള്ളവരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ടും ഇത് ചെയ്യപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുകയാണെങ്കിൽ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നന്മയിലേക്കും തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനികൾ ആകാശവിതാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നെന്നും പ്രകാശിക്കും. ഇന്നലത്തെ സുവിശേഷത്തിൽ പറഞ്ഞു, ആരെങ്കിലും ഈ ചെറിയവന് ഇടർച്ചയായി വരികയാണെങ്കിൽ അവൻ കഴുത്തിൽ കല്ലുകെട്ടി കടലിലേക്ക് എറിയപ്പെടുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം അവന് രക്ഷയുണ്ടാവില്ല, അവൻ നിത്യനാശത്തിലേക്ക് പോവും. എന്നാൽ അതിനോപ്പോസിറ്റായിട്ട് മറ്റുള്ളവരെ നല്ല വഴി കാണിക്കുന്നവർ, മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്നവർ, ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, സഭയിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഉയർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ദൈവപുത്രൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങും എന്ന്. അപ്പോൾ ആ ഒരു തിളക്കത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ. നമ്മൾ സിനിമയിൽ ആക്ട് ചെയ്ത് കിട്ടുന്ന തിളക്കം ഇവിടം കൊണ്ട് അവസാനിക്കും. സ്പോർട്സിൽ നമ്മൾ കിരീടങ്ങൾ നേടുന്ന തിളക്കം ഇവിടം കൊണ്ട് അവസാനിക്കും. പഠനത്തിൽ വലിയ മാർക്ക് മേടിച്ച് കിട്ടുന്ന സൽപ്പേരും മറ്റുമൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ നന്മ ചെയ്യുന്നത് മൂലം, മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മൂലം, മറ്റുള്ളവരെ തിരുത്തിക്കൊണ്ട് നന്മയിലേക്ക് വരാൻ ശ്രമിക്കുന്നത് വഴിയായിട്ട് വലിയ തിളക്കമാണ്, ഈ ലോകത്തിൽ കാണാനാവാത്ത തിളക്കം എന്ന് ദാനിയേൽ പ്രവാചകൻ നമ്മളോട് ഇന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക. ഇന്ന് ധാരാളം പേരങ്ങനെയുണ്ട്. അവരുടെ സ്വത്തും അവരുടെ സമയവും ആരോഗ്യവുമെല്ലാം മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്യുന്ന ജീവിതം, അതിൽ അവരുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നു. ഒരു വഴി നോക്കിയാൽ യേശുവിനെ പോലെ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് സന്തോഷിക്കാവുന്ന ദിവസമാണ് അവസാന നിമിഷങ്ങൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുള്ളത് നമ്മൾ തന്നെ ചൂസ് ചെയ്തെടുക്കണം. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ലിയറായിട്ട് യേശു പറയുന്നത് ഇതാണ്. ചില അടയാളങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇന്നും കഴിഞ്ഞ കാലത്തിലും നൂറ്റാണ്ടുകളിലുമൊക്കെ ലോകം അവസാനിക്കാൻ പോണു എന്നൊക്കെ ഈവൻ ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞിട്ട് അവരൊക്കെ ജയിലിലായി. അങ്ങനെയൊന്നും പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. കർത്താവ് ചില അടയാളങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ തന്നിട്ടുണ്ട്, അതൊക്കെ നിറവേറണം. കർത്താവിൻ്റെ വചനം എല്ലാം നിറവേറുമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ
കടന്നു പോവുകയില്ല. യേശു പ്രത്യേകം പറയുന്നു, ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ഇത്ര വലിയ സീക്രട്ടാണ് പിതാവ് സ്വന്തമാക്കി വച്ചിരിക്കുന്നത്. സസ്പെൻസാണ്. യേശുവിന് പോലും അറിയാൻ പാടില്ലാത്ത രഹസ്യം എന്താണ് സ്വർഗത്തിലുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ കാര്യം ഒന്ന് യേശു തന്നെ വെളിപ്പെടുത്തി പറയുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴെന്ന് അടയാളങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും ഇവിടെയും ഓരോ ഭൂകമ്പങ്ങൾ വന്ന ഉടനെ ആളുകൾ പറയാൻ തുടങ്ങി, സമയമെടുത്തു കേട്ടോ, എന്നാൽ നീ ഒരുങ്ങുന്നുണ്ടോടാന്ന് ചോദിച്ചാൽ അതില്ല. കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മൾ കുറ്റമറ്റവരായി കാണപ്പെടണം. ആ വിധത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടതാണ് ആവശ്യം. അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മളെ ശിക്ഷിക്കാനല്ല. ക്ലിയറായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കണം. നന്മ ചെയ്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചവർ, മറ്റുള്ളവരെ തെറ്റായ രീതികൾ തിരുത്തിക്കൊണ്ട് അവരെ ദൈവത്തിന് വിധേയനാക്കുന്നവർ, അങ്ങനെ എല്ലാവർക്കും പ്രത്യാശ നൽകിക്കൊണ്ട് ജീവിക്കുന്നവർ, ഇവരൊക്കെയാണ് നന്മ ചെയ്യുന്നവർ. അവരെയൊക്കെയാണ് കർത്താവ് ഒരുമിച്ച് കൂട്ടാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ദൈവം നമ്മളെ വിധിക്കാൻ വരുന്നു. ആ വിധി നടന്നു കഴിഞ്ഞു. ഇനി ഒരു വിധി വേറെ വരാനില്ല. നമ്മളെപ്പോൾ പാപം അല്ലെങ്കിൽ നന്മ ചൂസ് ചെയ്യുന്നോ ആ നിമിഷം ഇവിടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും കഴിഞ്ഞു. വേറൊരു ജഡ്ജ്മെൻറ്റ് വേണ്ട. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ ആ പ്രകാശത്തിൽ നമുക്കെല്ലാം തെളിവായി അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തന്നെയായിരിക്കും വിധിക്കുക നമ്മളെ എന്നാണ് ചില തിയോളജിയൻസ് ഒക്കെ പറയുന്നത്. എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെയുള്ള വിധി. നമുക്ക് ഈ സുവിശേഷം കേട്ടുകൊണ്ട് ഏകദേശം അവസാനത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടോ? കർത്താവിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോവുകയില്ല. അതുകൊണ്ട് ആ പുസ്തകത്തിൽ ഇടം പിടിക്കേണ്ടതിനായിട്ട് നമ്മൾ നന്മ ചെയ്ത് ജീവിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ല മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ മാത്രമല്ല, സകല ജനങ്ങളും വലിയ പാപങ്ങൾ ചെയ്ത് ദൈവത്തെ എതിർത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ച് അവർ രക്ഷ നഷ്ടപ്പെടാതെ ആ രക്ഷയുടെ മധുരം അവർ അനുഭവിക്കാൻ വേണ്ടി നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും
പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും ഇന്ന് നമുക്കായി ദീപബലി അർപ്പിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട സഞ്ജയ് അച്ഛനെയും മറ്റെല്ലാ സഭാപാലകരെയും അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ആഗ്രഹത്തിനൊത്ത് അജഗണങ്ങളെ നയിക്കുവാൻ തക്കവിധം ഒരു പൊൻവെളിച്ചമായി അങ്ങെന്നും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. നല്ല ദൈവമേ, ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ നിലനിൽക്കും എന്ന് പ്രിയപുത്രൻ്റെ വചനത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളെയും വേദനകളെയും ദുരിതങ്ങളെയും സാമ്പത്തിക കടബാധ്യതകളെയും ജോലിയില്ലാത്ത അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൗദാശിക കൃപയാൽ സാന്ത്വനവും അനുഗ്രഹവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. പരിപാലനകായ നല്ല ദൈവമേ, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട് ലോകമായകളിൽ മുഴുകി വിവേകശൂന്യരായി ജീവിതം തള്ളി നീക്കുന്ന തലമുറയെ സമർപ്പിക്കുന്നു. അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഇവരെ വീണ്ടെടുക്കണമെന്നും വിശുദ്ധിയോടും വിജ്ഞാനത്തിൻ്റെയും ഉറവിടങ്ങളായി രൂപാന്തരപ്പെടുത്തി നേർവഴിയിലൂടെ നടത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. കരുണാനിധിയായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വിളനിലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. നിത്യജീവന്റെ ഉറവിടമായ നല്ല ദൈവമേ, വിശ്വാസ ജീവിതം പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാ ആത്മാക്കളുടെയും, പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കുവാനില്ലാത്ത ആത്മാക്കളുടെയും മേൽ കരുണ തോന്നണമേ. ഈ ദീപബലിയുടെ യോഗ്യതയാൽ ഇവരുടെ നിരവധിയായ പാപങ്ങൾ പുറത്ത് നിത്യസൗഭാഗ്യത്തിലേക്ക് ഇവരെ ആനയിക്കുവാൻ തിരുമനസ്സാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെതായ ആവശ്യങ്ങളെല്ലാം മൗനമായി ഇപ്പോൾ കർത്താവിന് സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പീലാസയിൽ
ആസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. ആസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാ എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാ എന്നുടെ ഈ കാഴ്ചകൾ ആസയിൽ തീരാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ മഹിമപ്രഭാവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്ന് ഉയിർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ
അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുവാൻ ഇടയാക്കണമേ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യ കൂദാശകൾ, ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ. അങ്ങേ ദാസനായ ഞങ്ങളുടെ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും ദൈവമായ കർത്താവിൽ പ്രത്യാശ വഹിക്കുന്നവനുമാണ് എൻ്റെ ആനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ വചനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മേരി മനോജ്ഞേ ദേവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. മേരി മനോജ്ഞേ ദേവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ.